പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തൊല്ലത്താണ്. അത് നമ്മൾ പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് കോട്ടയം രീതിക്കാണ് ഉണ്ടാക്കി കാണിക്കുക. വീഡിയോ ആദ്യം മുതൽ മുഴുവൻ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക. നമ്മളെല്ലാവരും കോവിഡിൻ്റെ ഇത് പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മഞ്ഞപ്പൊടിക്കകത്ത് നല്ലതായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം വേണം നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്ത് വേണം ചെയ്യാൻ. ഇതിൽ പോകുമ്പോൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കാതിരിക്കരുത്. എല്ലാവരും പറയുന്നുണ്ട് കോവിഡ് കുറഞ്ഞെന്ന്, പക്ഷേങ്കിൽ പഴയതിലും കൂടുതലായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫാണ്. അത് ഇലയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ചേരുവകളെല്ലാം കൂടെ കൂട്ടി കുഴച്ച് വേണം അടുപ്പയിലോട്ട് വെക്കാൻ. മുളക് പൊടി ഇടുകയാണേ. മുളക് പൊടി ഇട്ട് ഇനി മല്ലി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, ഇനി ഉപ്പ്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, 2 തണ്ട് കരിയാപ്പില. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുഴയ്ക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ നല്ലതായിട്ട് കുഴച്ചിട്ട് കടുക് വറുത്ത് അടുപ്പിൽ വെക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ തിരുമ്മി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു സ്മെല്ലുണ്ട്. ചേരുവെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ തിരുമ്മിയിട്ട് 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് തീ കത്തിച്ച് വെക്കാം. അപ്പം നമ്മൾ ചേരുവെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് 10-15 മിനിറ്റ് ആയി. നമുക്കിത് അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെക്കാനായിട്ട് തീ കത്തിക്കാം. ചട്ടി ചൂടാ, എണ്ണ ഒഴിക്കും. എണ്ണ ഇവിടെ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ പറ്റുന്നതുകൊണ്ട് ഇളക്കി കൊടുക്കട്ടെ. നമ്മൾ നേരത്തെല്ലാം കൊടുക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് ചെറിയ ഉള്ളി ആയിരിക്കും വെക്കുന്നത്. അത് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയുടെ പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്കിനും ഇതിന് കൂട്ടി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് വാരിയിടാം. നല്ലതുപോലെ ഇളക്കി. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കണം. ഓരോ ആദ്യം വേകുമ്പോഴത്തേക്കിനും ഇതിനെ അടപ്പ് കൊട്ടി ഇളക്കി വെച്ച് കൊടുക്കണം. നന്നായിട്ട് ആവി വരുന്നുണ്ട്, നമുക്കത് ഇളക്കി വെക്കാം. ഇനി നമുക്ക് ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കിന് അതിനകത്ത് ചേർക്കാനായിട്ട് തേങ്ങ കുത്തിച്ചിട്ടുണ്ട്. അത് വറുക്കണം. സവാളയും വഴറ്റി എടുക്കണം. ആദ്യമേ തേങ്ങ വറുത്ത് പോരാ.
തേങ്ങ വറുത്തെടുത്ത് കൂട്ടത്തിട്ടില്ലെന്ന് വരിൽ വെളുത്തിരിക്കും. സ്വല്പം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കറിക്കകത്ത് കിടക്കുമ്പോൾ വെളുത്തിരിക്കും തേങ്ങയുടെ കഷ്ണങ്ങൾ. ഇടയ്ക്ക് നമ്മൾ ഇത് നോക്കണം. പിന്നെ എന്താ വെള്ളം വെക്കാനായിട്ട് തന്നെയും കണ്ടോ അങ്ങനെ വെന്ത് വരുംതോറും വെള്ളമുണ്ട് ഇതിനകത്ത്. തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ചത്. തേങ്ങ വറുത്ത് പോരുവാണ്. ഇനി നമുക്ക് സവാള വഴറ്റാം. സവാള വേഗം മൂത്ത് കിട്ടാനായിട്ട് നമുക്കൊരു ശകല ഉപ്പ് കൂടി ഇടാം. ശകല ഇട്ട് കൊടുത്താൽ മതി. അന്നേരം വേഗം മൂത്ത് കിട്ടും. അവരുടെ കൂടെ ശകലം കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ എന്നാ പാചകം ചെയ്യുന്നതിനും കരിയാപ്പില കൂടുതലിട്ടത് നല്ലതാണ്. കണ്ണിന് കാഴ്ചയ്ക്കും ദഹനത്തിനുമൊക്കെ കരിയാപ്പില കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ വെള്ളമൊക്കെ പറ്റി ഏകദേശം വേവായിട്ടുണ്ട്. നമ്മൾ ബീഫ് അടുപ്പേ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട. നല്ലതായിട്ട് കഴുകിയതാണെന്ന് പറഞ്ഞിട്ടും വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ട്. ഇങ്ങനെ വെള്ളം സവാള ശകലം കൂടെ ആയതിന് ശേഷം നമുക്കിങ്ങോട്ട് കോരിയിടാം. സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കോരിയിടാം. നല്ലതുപോലെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ശകലം കരിയാപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ശകലം കുരുമുളക് കൂടെ പൊടിച്ചിടാം. കുരുമുളക് പൊടിച്ചത് നമുക്ക് ഇട്ടേക്കാം. ബീഫ് വലത്തേത് ശരിയായിട്ട് നമുക്ക് തീ നിർത്തിയിട്ട് കരിയാപ്പില ഊരിയിട്ടിട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കിട്ടും. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. കോരി മതി. നമുക്കിതിൻ്റെ മുകളിൽ 2 കരിയാപ്പിലയുടെ തണ്ടും കൂടെ വെക്കാം.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എല്ലാവരും ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.